ഇന്ന് നമ്മൾ 9ാം ക്ലാസ് SCRT കേട്ടോ. 9ാം ക്ലാസ് SCRTയുടെ പുതിയ ടെക്സ്റ്റ്, സോഷ്യൽ സ്റ്റഡീസ് പുതിയ ടെക്സ്റ്റിലെ 4ാമത്തെ ചാപ്റ്റർ, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഒരു നോട്ട് ഇങ്ങനെ തന്നേക്കുക. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉയർന്ന് എഴുന്നേൽക്കും. പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകത്തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. സ്വാതന്ത്ര്യ പുലരിയിൽ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. വൈദേശിക ഭരണത്തിന്റെ, ബ്രിട്ടീഷുകാരുടെ ഭരണം അല്ലേ? അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാ നിർഭരവും ഉത്തരവാദിത്വപൂർണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റു സാമൂഹിക ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറം ആയിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമാകുന്ന ഒരു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിലനിന്നിരുന്നല്ലേ, ഒരുപാട് ഇൻജസ്റ്റിസ് അല്ലെ, ജാതി വ്യവസ്ഥയും മറ്റ് സാമൂഹിക ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും എല്ലാം. അപ്പോ ഈ ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങളായിരുന്നു അന്നത്തെ നമ്മുടെ സാമൂഹിക അവസ്ഥ. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുന്ന ഒരു ജനാധിപത്യ ഭരണക്രമം, ഒരു ക്ഷേമരാഷ്ട്ര സംവിധാനം ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ജനങ്ങൾക്കുണ്ടായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിനും ഉണ്ട്, നേതാക്കന്മാർക്കും ഉണ്ട്, നമ്മുടെ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമം, ഡെമോക്രസി അല്ലേ, പിന്നെന്താണ്, ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. അപ്പോ ഈ ക്ഷേമരാഷ്ട്ര നിർമ്മാണത്തിലേക്കുള്ള ചുവടുവയ്പ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. അപ്പോൾ ഇത് PSCയുടെ പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ആരാണെന്ന്. ആരാണ്? നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവാണ്. അതെ. അപ്പോ ലക്ഷ്യപ്രമേയത്തിൽ നിന്നും ഭരണഘടനയിലേക്ക്. അപ്പൊ ലക്ഷ്യപ്രമേയം എന്തുവാണെന്ന് പറയുക. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ട് തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. അപ്പോ ഒരു ഭരണഘടന നമുക്ക് വേണമെന്ന് ആ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പൊ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങള്, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. പിന്നെന്താണ്, ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. അതുകൊണ്ടാണല്ലേ നമ്മളെ ഡെമോക്രസി എന്ന് പറയുന്നേ. ജനങ്ങളാൽ അല്ലേ,
ഡെമോക്രസി. അതെ. അപ്പോ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുൻപിലെ സമത്വവും കൂടാതെ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത്. അപ്പോ എന്നാണ് ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങളാണ് നമ്മൾ ഈ വായിച്ചത്. അപ്പോ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നാ പറയുന്നത്? അവസര സമത്വം അല്ലെ? പിന്നെന്താണ്? അതായത് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ എല്ലാ ഇതിലും അല്ലെ, എല്ലാ ഫീൽഡിലും സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ എല്ലാം ജോലിയിലാണെങ്കിലോ അല്ലെങ്കിൽ പഠിത്തത്തിന്റെ കാര്യത്തിനാണെങ്കിലോ എല്ലാം അവസര സമത്വം. പിന്നെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ലഭ്യമാക്കുക. പിന്നെന്താണ്? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. അപ്പോ വ്യക്തികൾക്ക് ഈ പറഞ്ഞ മേഖലകളിൽ ഏതൊക്കെയാണ്? വിശ്വാസം, മതനിഷ്ഠ, ആരാധന. അപ്പൊ ഈ മേഖലകളിലെല്ലാം തന്നെ വ്യക്തികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക. പിന്നെന്താണ്? പദവിയിലും അവസരത്തിലും സമത്വം. അത് നമ്മളിപ്പോ പറഞ്ഞത് തന്നെ. എല്ലാവർക്കും അല്ലെ, എല്ലാ വ്യക്തികൾക്കും അവസരത്തിലും പദവിയിലും തുല്യത ഉറപ്പാക്കുക. പിന്നെന്താണ്? വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സാഹോദര്യം. അപ്പോ അങ്ങനെ ഒരു സാഹോദര്യം വളർത്തുക എന്നുള്ളതും നമ്മുടെ ഈ ലക്ഷ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ശരി, അപ്പോ ഇനി നമുക്ക് ഭാരതത്തിന്റെ ഭരണഘടന നോക്കാം. അപ്പോ ആമുഖം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്നാണ് ആ ഡേറ്റ്? എന്നാണ് ഓർത്തു വെക്കേണ്ടത്? 1949 നവംബർ 26 അല്ലെ? ഭരണഘടനയെ നമ്മൾ അംഗീകരിച്ച ദിവസം അല്ലെ? ഓക്കെ. പക്ഷെ ഇത് നിലവിൽ വന്ന എന്നാണ്? നമ്മളെ റിപ്പബ്ലിക് ആയത് എന്നാണ്? ജനുവരി 26. അതെ, ജനുവരി 26. 1950. അതെ, 1950. അതെ, 1950 അല്ലെ? 1950. ശരി. അപ്പോ ലക്ഷ്യപ്രമേയത്തില് അവതരിപ്പിക്കപ്പെട്ട എന്തെല്ലാം ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് കണ്ടെത്തുക. എന്തൊക്കെയാണ്? പരമാധികാരം ജനങ്ങൾക്ക് അല്ലെ? പിന്നെന്താണ്? അതായത് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക് ആയിരിക്കും. പിന്നെന്താണ്? എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. അതാ പരമാധികാരം ജനങ്ങൾക്ക്. പിന്നെന്താണ്?
ഇന്ത്യൻ യൂണിയനിൽ സ്വയം ഭരണാധികാരമുള്ള പ്രദേശങ്ങളും അവശേഷിക്കുന്ന പ്രദേശങ്ങളും ഉൾപ്പെടും. പിന്നെന്തോ പറഞ്ഞേ? എല്ലാ പൗരന്മാർക്കും എന്തുവാണ് പറഞ്ഞേ? നീതി, സ്വാതന്ത്ര്യം, സമത്വം ഇത് ലഭ്യമാക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. പിന്നെ ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സംരക്ഷണം നൽകും. പിന്നെന്താണ്? രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കും. പിന്നെ ലോക സമാധാനത്തിനും മനുഷ്യരാശിയുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പോ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി. 1946 ഡിസംബർ 6 കേട്ടോ. 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അപ്പൊ ഇതും ഒരു ചോദ്യം തന്നെയാണ്, സ്ഥിരം വരുന്നത്. ഏതാ? 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും കേട്ടോ, നമ്മുടെ ഭരണഘടന നിർമ്മിക്കാനെടുത്ത സമയമാണ്. അപ്പോൾ 1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ വന്ന എന്നാണ്? 1950 ജനുവരി 26 നിലവിൽ വന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ, കാലാനുസൃതമായിട്ട്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയം ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതകളാണ് പറയുന്നത്. ഇനി നമ്മുടെ ആദ്യത്തെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ, അല്ലെ? 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ്. രാജ്യത്തിന്റെ വൈവിധ്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കമാണ് ഇതിൽ ഉള്ളത് കേട്ടോ. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. അതേസമയം ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അമേരിക്ക. അതെ, അമേരിക്കൻ ഭരണഘടനയാണ്. അപ്പോ പാർലമെന്ററി ജനാധിപത്യം എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു, അല്ലെ? പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? ദൃഢവും അയവുള്ളതുമായ ഘടന. അപ്പോൾ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് ഭേദഗതി ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല, അല്ലേ? കുറെ കേസുകളുണ്ടല്ലോ അത് വ്യക്തമാക്കുന്നത്, അല്ലേ? ഭരണഘടനയെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? അതെ അതെ. അതിന്റെ അന്തസ്സത്ത് മാറുന്ന രീതിയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. മാറ്റങ്ങൾ പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റും, അല്ലേ? നമ്മൾ ഒരു വാക്ക് കൂട്ടിച്ചേർത്തായിരുന്നു. നാൽപ്പത്തിരണ്ടാമത്തെ അമെൻമെന്റ് ആക്ട് ആണ്. പിന്നെ സോഷ്യലിസ്റ്റ്, അല്ലെ? സോഷ്യലിസ്റ്റ്, സെക്യുലർ, പിന്നെന്താണ്? ഇന്റഗ്രിറ്റി. അപ്പൊ ആ വാക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട് 42ാം അമെൻമെന്റ് ആക്ട് വഴി. ഓക്കെ. അപ്പോ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. അടുത്തത് എന്താണ്? നമ്മുടെ മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളെയും കുറിച്ച് പറയുക.
ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളുണ്ട്. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെ. നമ്മൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏത് രാജ്യത്തിൽ നിന്നാണ് കോപ്പി അടിച്ചത്? അയർലൻഡിൽ അയർലൻഡിൽ നിന്ന്. അതേസമയം ഈ മൗലികാവകാശവും അമേരിക്കയിൽ നിന്ന്. അതേസമയം കർത്തവ്യങ്ങളോ? USSR. അതെ, ഇപ്പോഴത്തെ റഷ്യ അല്ലെ. ഇപ്പോഴത്തെ റഷ്യ എന്നല്ല, അവര് പല രാജ്യങ്ങളായിരുന്നു അല്ലെ. അതിൽ ഉൾപ്പെട്ട ഒരു രാജ്യമായിരുന്ന റഷ്യ എന്നേ ഉള്ളൂ. അപ്പൊ ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭകള് മൊത്തം ജനത്തെ പ്രതിനിധീകരിക്കുന്ന അധോസഭ, ലോകസഭ. പിന്നെന്താ, നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ, രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളും നമുക്കുണ്ട്. പിന്നെ ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം. ഇവിടെ ശക്തമായതെന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് അല്ലല്ലോ നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ എന്ത് സംവിധാനം എന്നാണ് നമ്മുടെ ഈ ഭരണ സംവിധാനത്തെ വിളിക്കുന്നത്? ക്വാസി ഫെഡറൽ. കേട്ടിട്ടുണ്ടോ? ക്വാസി ഫെഡറൽ സംവിധാനം എന്നാണ് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, കേട്ടോ. അതായത് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന് അല്ല പവർ, സ്റ്റേറ്റ് ഗവൺമെന്റിനും കൂടെ ഭാഗിച്ചു കൊടുത്തേക്കുക അല്ലെ. അപ്പോ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷാധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെന്താണ്? സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഓക്കെ, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം ആണ് നമുക്കുള്ളത്. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പോ നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥയുടെ കാര്യം പറഞ്ഞല്ലേ, ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ച എന്താണ് ആർട്ടിക്കിൾ ഏതാണ്? 32. അതെ, 32. എന്തായിരുന്നു? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അതെ, കോടതി. അതെ. അപ്പോ അതാണ് ആർട്ടിക്കിൾ 32. അതായത് റിറ്റുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരവുമല്ല ഈ 32 തന്നെ വരുന്നത്. അത് നമ്മുടെ ഈയിടെ ഒരു ഇതിൽ വന്നായിരുന്നു കേട്ടോ, ഒരു പരീക്ഷയ്ക്ക് വന്നായിരുന്നു ഇത് തന്നെ. ഇതല്ല, നമ്മുടെ ഹൈക്കോർട്ടിന്റെ റിട്ട് അധികാരം ഏത് ആർട്ടിക്കിൾ ആണെന്നാണ് ചോദിച്ചത്. ഏതാണ്? 226. ഓക്കെ. അപ്പോ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അതേതൊക്കെയാണ് പറയാവോ? UPSC ഉണ്ട്. അതെ, ഫിനാൻഷ്യൽ. അതെ. പിന്നെ വേറെ ഏതൊക്കെയാണ്? 338, 338 BA അല്ലെ. അതെല്ലാം തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് അല്ലേ? അതെ. അപ്പോ നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസം എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഇത്തരം ഭരണക്രമീകരണം പ്രയോജനപ്പെടുന്നു. ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നു. അപ്പോ നമ്മുടെ ഫെഡറൽ സംവിധാനം നമ്മൾ സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? വിഘടനവാദ പ്രവണതകളെ ചെറുക്കുന്നതിന് അല്ലെ. വിഘടനവാദം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ഭാഗം പിരിഞ്ഞു മാറണം എന്നൊക്കെ പറയുന്നത് അല്ലെ. ഇന്ത്യയിലെ തന്നെ ഭാഗമായിട്ട് ഇരിക്കുന്ന ഒരു
അല്ലെ, ഒരു പ്രൊവിൻസോ സ്റ്റേറ്റോ അല്ലെ, വിഘടനവാദം അങ്ങനത്തെ പ്രവണതകളെ ചെറുക്കുന്നതിന് വേണ്ടി. പിന്നെന്താണ്, സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിന് ഈ ഫെഡറലിസം പ്രയോജനപ്പെടുത്തുന്നു. പിന്നെന്താണ്, എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് ഫെഡറലിസത്തിലൂടെ എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്താൻ സാധിക്കും. പിന്നെന്താണ്, ജനാധിപത്യം കൂടുതൽ അർത്ഥപൂർണമാക്കുന്നതിന്. അപ്പൊ കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഭാഗം 1 പറഞ്ഞേക്കുക ഭരണഘടനയുടെ. 1 എന്താ ഉൾപ്പെട്ടിരിക്കുന്നത്? യൂണിയനും അതിന്റെ ഭൂപ്രദേശവുമാണ്. യൂണിയനും അതിന്റെ ഭൂപ്രദേശവും. അപ്പൊ യൂണിയന്റെ പേര് ഭൂപ്രദേശവും. ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ് എന്നാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. മൂന്നാമത്തേത് എന്താണ്? ഭാരതത്തിന്റെ ഭൂപ്രദേശം. ഭാരതത്തിന്റെ ഭൂപ്രദേശം. അപ്പൊ അതിന്റെ തന്നെ സബ്സെക്ഷൻസ് പിന്നെയും കൊടുത്തിട്ടുണ്ട്. എന്താണ്? സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റു ഭൂപ്രദേശങ്ങളും അടങ്ങിയതാകുന്നു. ഓക്കെ, 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങള്, പിന്നെന്താണ്? ആർജിക്കുന്ന മറ്റു ഭൂപ്രദേശങ്ങള്. ഇപ്പൊ ഒരു യുദ്ധമൊക്കെ ഉണ്ടായി നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മൊത്തം നമ്മൾ പിടിച്ചെടുക്കുമല്ലോ. അല്ലെങ്കിൽ അവര് സ്വമനസാലെ നമ്മളിലേക്ക് ഇന്ത്യയുമായിട്ട് ചേരുവാന്ന് പറഞ്ഞ് ചേരുവാണെങ്കിൽ അല്ലേ, ആ ഭൂപ്രദേശവും നമ്മള് എന്താണ് നമ്മുടേതാക്കി മാറ്റി. അപ്പൊ അതാണ് ആർജിക്കുന്നത്. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദം നിങ്ങൾ വായിച്ചു. ഇത് പ്രകാരം ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്. അപ്പോൾ ഫെഡറൽ സംവിധാനത്തിന്റെ കുറച്ച് സവിശേഷതകൾ നമുക്ക് പറഞ്ഞേക്കുക. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് എന്ത്? ഇന്ത്യയുടെ ഫെഡറൽ ഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ച് നൽകുന്ന സമീപനമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിരിക്കുന്നത്. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ 7-ാം പട്ടിക കേട്ടോ, അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ 7-ാം പട്ടിക നമുക്ക് പരിശോധിക്കാം. അപ്പൊ 7-ാം പട്ടികയിലാണ് അധികാര വിഭജനം. ഓക്കെ, അപ്പോ യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള ലിസ്റ്റാണ്. വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണം: വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. പിന്നെന്താണ്? സംസ്ഥാന ലിസ്റ്റാണ് അല്ലെ, സംസ്ഥാന ലിസ്റ്റ്. അപ്പോ അതിലെന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റ്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ 66 വിഷയങ്ങളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് സമവർത്തി ലിസ്റ്റ്. അതെന്താണ്? കോൺകറന്റ് ലിസ്റ്റ് അല്ലെ. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും
നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങളുണ്ടായിരുന്നു. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ തുടങ്ങിയവ. പിന്നെന്താണ്? അവശേഷിക്കുന്ന അധികാരങ്ങളുണ്ട്. അതായത് റെസിഡ്യൂറി പവേഴ്സ്. അപ്പോ മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഏതൊക്കെ? യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കോൺകറന്റ് ലിസ്റ്റ്. അപ്പോ ഈ 3 എണ്ണത്തിലും ഉൾപ്പെടുത്താത്ത വിഷയങ്ങളെ ആണ് അവശേഷിക്കുന്ന അധികാരങ്ങളെന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവയെ എവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നിയമനിർമ്മാണാധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്, പാർലമെന്റിനാണ് ഈ അവശേഷിക്കുന്ന അധികാരങ്ങൾ, അവിടെ നിയമങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള പവർ പാർലമെന്റിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ കുറച്ചിങ്ങനെ നമ്മുടെ ഇത് തന്നിരിക്കുവാണ്, ഉദാഹരണങ്ങൾ തന്നിരിക്കുവാണ്. കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു, ഇന്ത്യ ശ്രീലങ്കയുമായി നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ചു. ഇതൊക്കെ അപ്പം നമ്മുടെ യൂണിയൻ ലിസ്റ്റ് അല്ലെ? തീവണ്ടിയുടെ കാര്യം, നയതന്ത്രത്തിന്റെ കാര്യം, പുതിയ പോലീസ് നയം പ്രഖ്യാപിച്ചു, ഇത് സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെ? വനനയമോ? വനനയം ആരുടെ ലിസ്റ്റ്? ഏത് ലിസ്റ്റ് ആയിരിക്കും? അത് കോൺകറന്റ് ലിസ്റ്റ് ആണ് കേട്ടോ, കോൺകറന്റ് ലിസ്റ്റ് ആണ്. പിന്നെ ബിരുദ കോഴ്സ് കേട്ടോ, പഠനത്തിന്റെ കാര്യം, അതോ വിദ്യാഭ്യാസം കോൺകറന്റ് ലിസ്റ്റ് ആണ് അല്ലെ? അപ്പോ നമ്മുടെ അധികാരം വേർതിരിക്കല് നമ്മുടെ ഭരണഘടന ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഒരു പ്രസംഗത്തിൽ നിന്നും എടുത്ത ഒരു ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമ്മുടെ അധികാരം വേർതിരിക്കലിനെ കുറിച്ചാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അതേസമയം നമ്മുടെ ലിസ്റ്റിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കായിരുന്നു. നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? 97 വിഷയങ്ങളുണ്ട് നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ. ഇപ്പോൾ ഏതൊക്കെയാണ്? ഡിഫൻസ് ഉണ്ട്, നേവൽ, മിലിറ്ററി, എയർഫോഴ്സ്, പിന്നെ അറ്റോമിക് എനർജി, ഇൻഡസ്ട്രീസ്, ഫോറിൻ അഫയേഴ്സ്, പിന്നെന്താണ്? സിറ്റിസൺഷിപ്പ് അല്ലെ? പിന്നെ റെയിൽവേസ്, പോർട്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് ഡെപ്റ്റ്, കറൻസി, ബാങ്കിങ്, ഇതെല്ലാം തന്നെ നമ്മുടെ യൂണിയൻ ലിസ്റ്റ് വരുന്നതാണ്. ഇലക്ഷൻസ് ടു പാർലമെന്റ്, പിന്നെന്താണ്? UPSC, പിന്നെ ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ, ഇതെല്ലാം തന്നെ യൂണിയൻ ലിസ്റ്റ് വരുന്നതാണ്. കോർപ്പറേഷൻ ടാക്സ്. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പോ എന്തൊക്കെയാണ്? പോലീസ്, പോലീസ് വരുന്നു. പോലീസ് പോലീസ് ഉണ്ട്, ഫിഷറീസ്, ഓക്കെ, പിന്നെ അഗ്രികൾച്ചർ, പിന്നെ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, പിന്നെന്താണ്? പെൻഷൻ കേട്ടോ, സ്റ്റേറ്റ് പെൻഷൻ. പിന്നെന്താണ്? ആൽക്കഹോളിന്റെ ഡ്യൂട്ടീസ്, ഡ്യൂട്ടി ടാക്സ്. പിന്നെന്താണ് വരുന്നത്? പിന്നെ നമ്മുടെ കോൺകറന്റ് ലിസ്റ്റ്. പിന്നെ ആരോഗ്യം അല്ലെ? ആരോഗ്യം, അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, ആരോഗ്യത്തിന്റെ കാര്യം. അതും സ്റ്റേറ്റ് ലിസ്റ്റ്. പിന്നെ കോൺകറന്റ് ലിസ്റ്റ് അതിനകത്ത് എന്താണ്? ക്രിമിനൽ ലോ, ക്രിമിനൽ പ്രൊസീജിയർ, മാരേജ് ആൻഡ് ഡൈവോഴ്സ്, ഫോറസ്റ്റ് സക്സഷൻ, മാരേജ് ആൻഡ് ഡൈവോഴ്സ്, കോൺട്രാക്ട്, ബാങ്ക്രപ്സി, പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്, ഫോറസ്റ്റ്, പിന്നെ
ക്രൂവൽറ്റി ഓഫ് ആനിമൽസ്, പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ്, പിന്നെ ട്രേഡ് യൂണിയൻസ്, എഡ്യൂക്കേഷൻ, ലീഗൽ മെഡിക്കൽ പ്രൊഫഷൻസ്, പിന്നെ എന്താണ് ഇലക്ട്രിസിറ്റി അല്ലേ, ഇലക്ട്രിസിറ്റി വരും, പിന്നെ ന്യൂസ് പേപ്പർ, അതൊക്കെ കോൺഗർ ലിസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, അത് നോക്കണം എല്ലാം. അപ്പോൾ നമുക്ക് നമ്മുടെ അധികാരം വേർതിരിക്കല്, നിയമനിർമ്മാണ സഭ ലെജിസ്ലേച്ചർ, പിന്നെന്താണ് കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ്, പിന്നെന്താണ് നീതിന്യായ വിഭാഗം ജുഡീഷ്യറി. അപ്പോൾ നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ നിരീക്ഷണം നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു, പ്രസംഗം കേട്ടായിരുന്നല്ലോ. അപ്പൊ ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞത്. അപ്പോ ഇനി നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ ഘടനയും അധികാരവും ചുമതലകളും എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേച്ചർ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. ഓക്കെ, രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തി കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. അപ്പോൾ നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നിയമനിർമ്മാണം, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, പിന്നെന്താണ് ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. നിയമനിർമ്മാണ സഭയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. പാർലമെന്റിന്റെ 2 സഭകളായ ലോകസഭയും രാജ്യസഭയും, അപ്പൊ അവയുടെ സവിശേഷതകൾ കൂടി നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ ലോകസഭ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ് കേട്ടോ. പാർലമെന്റിന്റെ അധോമണ്ഡലമാണ് ലോകസഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ് കേട്ടോ, 5 വർഷം. ലോക്സഭയുടെ പരമാവധി അംഗബലം 550 ആണ്. എന്നാൽ നിലവിൽ 543 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉള്ളത്. ലോകസഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാക്കുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ് അല്ലെ. ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അപ്പോൾ അധികാരം കൂടുതൽ എവിടെ തന്നെയാണ്? ലോക്സഭയിലാണ് കേട്ടോ, ലോക്സഭയിലാണ്. അടുത്ത സഭ ഏതാണ്? രാജ്യസഭയാണ്. പാർലമെന്റിലെ ഉപരിസഭയാണ് രാജ്യസഭ. ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യാനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത്. അപ്പോൾ നേരത്തെ എന്താണ്? ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടായിരുന്നു ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെയോ ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പോൾ ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യാനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ്.
സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെന്താണ്, 30 വയസ്സ് പൂർത്തിയാവണം രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കഴിയുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ ആണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഓക്കെ, അപ്പോ ലോക്സഭയുടെയും രാജ്യസഭയുടെയും സവിശേഷതകൾ ഒന്ന് പറയാമോ? ലോക്സഭ തന്നെയാണ് അധോസഭ എന്നറിയപ്പെടുന്നത് അല്ലെ? രാജ്യസഭയാണ് ഉപരിസഭ എന്നറിയപ്പെടുന്നത്. ലോക്സഭയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഉപരിസഭയിലോ രാജ്യസഭയിലെ 6 വർഷമാണ്. ലോക്സഭ ഒരു താത്കാലിക സഭ, അതേസമയം രാജ്യസഭയും സ്ഥിരം സഭയാണ് അല്ലെ? ലോക്സഭ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. അതേസമയം രാജ്യസഭയുടെ അധ്യക്ഷനോ ഉപരാഷ്ട്രപതിയാണ്. ലോക്സഭയുടെ മാക്സിമം അംഗബലം എത്രയാണ്? 550 ആണ് അല്ലെ? അപ്പോ പരമാവധി അംഗബലം, രാജ്യസഭയുടെ പരമാവധി അംഗബലവും 250. അതെ, 250 ആണ്. അപ്പോ അധികാരം കൂടുതൽ എവിടാണ്? നമ്മുടെ ലോക്സഭയിൽ അല്ലല്ല, ലോക്സഭയിൽ തന്നെ. അപ്പോ ധനബില്ല് അവതരിപ്പിക്കാനുള്ള അധികാരം ലോക്സഭയിൽ നിക്ഷിപ്തമാണ്. പിന്നെ ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിനുള്ള അധികാരമാണെങ്കിൽ എവിടാണ്? നമ്മുടെ രാജ്യസഭയിലാണ് അല്ലെ? രാജ്യസഭയിൽ. അത് മാത്രമല്ല, നമ്മുടെ ഉപരാഷ്ട്രപതിയെ നീക്കാനുള്ള ഇതും രാജ്യസഭയിൽ തന്നെയാണ്. അപ്പോ നിയമനിർമ്മാണം ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ് എന്ന് നമ്മളിപ്പോ പഠിച്ചു. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരടുരൂപമായ ബില്ല് തയ്യാറാക്കുന്നത്. ബില്ലുകൾ പലതരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല് കേട്ടോ. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് എന്ത്? മണി ബില്ല് അഥവാ ധനബില്ല്. ധനബില്ല് ലോകസഭയിൽ ആണ് ആദ്യമേ അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. ധനബില്ല് അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായി കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ബില്ല് നിയമമാകുന്നതിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാം വായന. ധനബിൽ അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. രണ്ടാം വായന. ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. രണ്ടാം വായന കേട്ടോ. അടുത്തത് ഇതാണ് മൂന്നാം വായന. ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഈ 3 വായനകളും ഉണ്ട് അവിടെ. അപ്പോൾ ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബില്ല് നിയമമായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ 61ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? നമ്മൾ സ്ഥിരം പഠിക്കുന്നത് അല്ലേ? 18 വയസ്സ് പൂർത്തിയായാൽ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും.
പിന്നെ 86-ാം ഭരണഘടനാ ഭേദഗതി എന്തായിരുന്നു? വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിച്ചു അല്ലെ. 101-ാം ഭേദഗതി എന്തായിരുന്നു? 101-ാം ഭേദഗതി ചരക്ക് സേവന നികുതി നിലവിൽ വന്നു, GST അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെ. ഓക്കെ, അപ്പോ എത്ര അമെന്റ്മെന്റ്സ് ഇതുവരെ നടന്നിട്ടുണ്ട്? ഉം 106. 106 കേട്ടോ. 106 അമെന്റ്മെന്റുകളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ഓക്കെ, ഈ 106 അമെന്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? 33% റിസർവേഷൻ സ്ത്രീകൾക്ക് ലോകസഭയില്. ലോക്സഭയില് 33% റിസർവേഷൻ സ്ത്രീകൾക്ക്. പിന്നെന്താണ്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും പിന്നെ നമ്മുടെ ഡൽഹി യൂണിയൻ ടെറിട്ടറിയിലും 33% റിസർവേഷൻ നമ്മുടെ സ്ത്രീകൾക്ക് കൊടുക്കാനായിട്ടാണ് 106-ാമത്തെ ഭരണഘടനാ ഭേദഗതി. അപ്പോ ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്, അമെന്റ്മെന്റ്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് കേട്ടോ. പാർലമെന്റിന് ഭരണഘടനയുടെ അനുച്ഛേദം 368 കേട്ടോ, 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്കും അധികാരമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതികൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അയവുള്ള ഭേദഗതി കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഉദാഹരണം എന്താണ്? സംസ്ഥാനങ്ങളുടെ പേര്, അതിര്, പൗരത്വം തുടങ്ങിയ വിഷയങ്ങൾ. അതേസമയം ദൃഢമായ ഭേദഗതി എന്താണ്? ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഉദാഹരണം എന്താണ്? മൗലികാവകാശത്തിനെയും മാർഗനിർദ്ദേശക തത്വങ്ങളും എല്ലാം ഭേദഗതി ചെയ്യാൻ. പിന്നെ ഉള്ളത് എന്താണ്? അതിദൃഢമായ ഭേദഗതി. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ. ഉദാഹരണം എന്താണ്? കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം കേട്ടോ. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനവും ജനപ്രാതിനിധ്യ നിയമവും അതൊക്കെ തന്നെ അതിദൃഢമായ ഭേദഗതിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് പറയാനുള്ള കാര്യനിർവഹണ വിഭാഗമാണ്. കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് എന്ത്? ഈ കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. എക്സിക്യൂട്ടീവ്സ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത്? രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നു? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാര്. പിന്നെന്താണ്? സ്ഥിരം എക്സിക്യൂട്ടീവ്, അതായത് ഉദ്യോഗസ്ഥ വൃന്ദം, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥർ. പിന്നെന്താ? നാമമാത്രമായ എക്സിക്യൂട്ടീവ് ആണ് ആര്? രാഷ്ട്രപതി. യഥാർത്ഥ എക്സിക്യൂട്ടീവ് ആരാ? പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ്. ഓക്കെ, അപ്പോ നമ്മുടെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. അപ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാരെന്നിവർ അടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണത്തിന്റെ തലവൻ. പക്ഷേ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുമുള്ള മന്ത്രിസഭയെ നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം
ഈ രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അത് ഏതൊക്കെയാണ്? പോക്കറ്റ് വീറ്റോ, അല്ലെ? വീറ്റോ അധികാരമൊക്കെ അത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ രാഷ്ട്രപതിയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ആര്? രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്ന ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകൾ നിർവഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് പ്രധാനമന്ത്രിയാണ്. രാജ്യത്തെ ഭരണതലവനായ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ആരാണ്? ഈ പ്രധാനമന്ത്രി തന്നെയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കുവാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്ക് ഉണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. കേട്ടോ, 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മന്ത്രിസഭയുടെ ചുമതലകളും കൂടെ നമുക്കൊന്ന് നോക്കാം. ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. രാജ്യഭരണം നിർവഹിക്കുക. വിദേശ നയവും ദേശീയ നയവും രൂപീകരിക്കുക. നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക. ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം അഥവാ പെർമനന്റ് എക്സിക്യൂട്ടീവുകളെ കുറിച്ചാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ആരാണ്? ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണ് നമ്മുടെ ബ്യൂറോക്രാറ്റ്സ്. നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ആയതിനാലാണ് ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നീതിന്യായ വിഭാഗം, ജുഡീഷ്യറി നമ്മുടെ എക്സിക്യൂട്ടീവുകളിൽ നിന്നും, അല്ലെ, നമ്മുടെ ലെജിസ്ലേച്ചറിൽ നിന്നും എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന വിഭാഗമാണ് ജുഡീഷ്യറി. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട സംവിധാനമാണ് ആര്? നീതിന്യായ വിഭാഗം. കേട്ടോ, പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു. കേട്ടോ, ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന ആരാണ്? നീതിന്യായ വിഭാഗമാണ്. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനിവാര്യമാണ്. അപ്പോ നമ്മുടെ ജുഡീഷ്യറി സംവിധാനങ്ങളിൽ കോടതികളുടെ കാര്യം കൊടുത്തേക്കുക. നോക്കിയേ, ഏറ്റവും മുകളിൽ ഏതാണ്? സുപ്രീം കോടതിയാണ്. രണ്ടാമത് ഹൈക്കോടതി. മൂന്നാമത് ഏതാണ്? ജില്ലാ കോടതികളാണ്. പിന്നെന്താണ് വരുന്നത്? കീഴ്ക്കോടതിയാണ്. അപ്പോൾ പിരമിഡിന്റെ രൂപത്തിൽ ഈ ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥ മുകളിലേക്ക് പോകുന്തോറും കോടതിയുടെ എണ്ണം കുറയുകയും അധികാരങ്ങൾ കൂടുകയും ചെയ്യുന്നു. അപ്പൊ ഏറ്റവും അധികാരമുള്ള കോടതി ഏതാണ് കൂട്ടുകാരെ? സുപ്രീം കോടതിയാണ്, അല്ലേ? അപ്പോ താഴേക്ക് വരുംതോറും കോടതികളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു, അധികാരം കുറയുകയും ചെയ്യുന്നു. അപ്പൊ ഏറ്റവും കൂടുതലുള്ള കോടതി ഏതാണ്? കീഴ്ക്കോടതികളാണ്, അല്ലേ? ഓക്കെ, അപ്പോ നമ്മുടെ കോർട്ടുകളിൽ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്ന കോർട്ടുകൾ ഏതൊക്കെയാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും മാത്രമാണ്. ശരി, അപ്പോ നമ്മുടെ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പറഞ്ഞേക്കുവാണ്. ഉദ്ഭവാധികാരം. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് ഉദ്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. ഉദാഹരണം എന്താണ്?
കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ കേട്ടോ. അടുത്തത് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ സുപ്രീം കോടതിക്കുണ്ട്. നമ്മൾ കേട്ടില്ലേ, ഹൈക്കോടതിയിൽ വിധി വന്ന് തോറ്റു, അപ്പോൾ സുപ്രീം കോടതിയിൽ കൊടുത്തേക്കുവാന്നൊക്കെ പറയുമായിരുന്നില്ല അല്ലേ? സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ടത്. അപ്പോൾ അടുത്ത എന്താണ്? ഉപദേശക അധികാരമാണ്. ഉപദേശക അധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ച് നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. അടുത്തത് എന്താണ്? റിട്ട് അധികാരം. മൗലികാവകാശം ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരവും സുപ്രീം കോടതിക്ക് ഉണ്ട്. പിന്നെന്താണ്? പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. അപ്പൊ നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്താണ്? പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധ്യത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുവാനുമുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് എന്ത്? നീതിന്യായ പുനരവലോകന അധികാരം അഥവാ ജുഡീഷ്യൽ റിവ്യൂ. അപ്പോൾ പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും. ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങൾക്കായി വിഭജിച്ച് നൽകിയിരിക്കുന്നു. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കുവാൻ നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഡയഗ്രം ഇവിടെ കൊടുത്തേക്കാണ്. ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കുവാൻ പാർലമെന്റിന് കഴിയും. ഓക്കെ. ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലം മാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാവുന്നതാണ്. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കുവാൻ കഴിയും. അപ്പോ ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം എന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിന്റെ രാഷ്ട്ര സങ്കല്പങ്ങളിൽ ഉറപ്പിക്കുന്നു. അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നതിനും സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റിന്റെ അധികാരം 3 ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നത് അല്ലെ? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും ദർശനങ്ങളും വ്യവസ്ഥാപിതമാക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ഈ 3 ശാഖകളിലൂടെ നമ്മുടെ രാഷ്ട്രം നടപ്പിലാക്കി വരുന്നത്.